അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20 വീണ്ടും കോണിക് സെക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതും പരാബോള ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. കോണിക് സെക്ഷൻ എന്നുള്ള പരാബോള ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള വിത്ത് വെർട്ടെക്സ് B3 to 3. അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ കുറച്ച് ട്വിസ്റ്റഡാണ്. കാരണം സാധാരണ നമ്മുടെ പരാബോള സ്റ്റാൻഡേർഡ് പരാബോള വെർട്ടെക്സ് ഒറിജിനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക. ഇവിടെ വെർട്ടെക്സ് മാറ്റി 3/2 3 ആയി. ആൻഡ് ഡയറക്ട്രിക്സ് x + 2y = 0. ഡയറക്ട്രിക്സും വേറെയാണ്. ഈസ് ആ പരാബോളൻ്റെ ഇക്വേഷൻ α(x² + βy² - γxy - 30x - 6y + 225 = 0. ദെൻ α + β + γ. അതായത് ഈ പരാബോള ഇതൊരു സ്റ്റാൻഡേർഡ് പരാബോളയല്ല, വെർട്ടെക്സ് വേറെയാണ്, വെർട്ടെക്സ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്സിസും എക്സ് ആക്സും വൈ ആക്സും അല്ല, ആക്സിസും മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള പരാബോളൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തണം. ആ ഇക്വേഷൻ ഉണ്ടാക്കിയാൽ അതിലുള്ള x²ൻ്റെയും y²ൻ്റെയും xyൻ്റെയും കോഎഫിഷ്യൻസിനെ പറ്റിയാണ് ചോദിച്ചത്. ബേസിക്കലി പരാബോളൻ്റെ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യണം ഫ്രം ദ ഗിവൺ ഇൻഫർമേഷൻ. ഓക്കെ, ഈ പരാബോളൻ്റെ വെർട്ടെക്സ് എന്താണ്? 3/2 3. അപ്പോൾ ഞാൻ പരാബോളൻ്റെ ഏകദേശം ഷേപ്പ് വരയ്ക്കാൻ നോക്കാം. പരാബോളൻ്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 3/2 3. ഇതാണ് പരാബോളൻ്റെ വെർട്ടെക്സ്. ഇതാണ് പരാബോളൻ്റെ വെർട്ടെക്സ്. ഒരു പരാബോളയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പരാബോള ഉണ്ടാവുക. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഡയറക്ട്രിക്സ്, ഇവിടെ ആയിരിക്കും അതിൻ്റെ ഫോക്കസ്, ഇതായിരിക്കും അതിൻ്റെ ആക്സിസ് ഒക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പരാബോള ഉണ്ടാവുക, അല്ലെങ്കിൽ തിരിച്ചാവാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് കണ്ടെത്താനാണ് പോകുന്നത്. അപ്പോൾ ഡയറക്ട്രിക്സ് എവിടെയാണ്, ഫോക്കസ് എവിടെയാണെന്നൊക്കെ മനസ്സിലായാൽ വെർട്ടെക്സ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇത് വെർട്ടെക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പരാബോള ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. അപ്പോൾ ഓരോന്നിനനുസരിച്ച് ഇതിൻ്റെ ഇക്വേഷൻ മാറും. അപ്പോൾ എങ്ങനെയാണ് പരാബോള വരാൻ പോകുന്നതെന്നുള്ളതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഓക്കെ, അത് നമുക്ക് തന്നിട്ടുള്ളത് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡയറക്ട്രിക്സ് x + 2y = 0 ആണ്. അതായത് y = -x/2. y = -x/2 ആണ് ഡയറക്ട്രിക്സ്. y = -x/2 എന്ന് പറഞ്ഞാൽ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു ലൈൻ. ഇതാണ് ഡയറക്ട്രിക്സ്. ഇതാണ് ഡയറക്ട്രിക്സ്. ഇതാണ് വെർട്ടെക്സ്, ഇതാണ് ഡയറക്ട്രിക്സ്. അപ്പോൾ നമുക്ക് മനസ്സിലായി പരാബോള ഈ ഷേപ്പായിരിക്കും. ഇങ്ങനെയാണ് പരാബോള. കാരണം ഡയറക്ട്രിക്സ് ഇപ്പുറത്തല്ലേ, അല്ല വെർട്ടെക്സിലൂടെ പാസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പരാബോള ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ പരാബോള. അപ്പോൾ ഇതാണ് പരാബോള. ഇനി ഇതാണ് ഡയറക്ട്രിക്സ്, മറ്റേതാണ് വെർട്ടെക്സ്. ഇനി നമുക്ക് ആക്സിസ് ഓഫ് പരാബോള കിട്ടണം. ആക്സിസ് ഓഫ് പരാബോള എന്ന് പറഞ്ഞാൽ വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ. വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ് എന്ത്? ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ലൈനാണ് ആക്സിസ്. അപ്പോൾ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഡയറക്ട്രിക്സിൻ്റെ സ്ലോപ്പ് എന്താണ്? -1/2. അപ്പോൾ ആക്സിസിൻ്റെ സ്ലോപ്പ് എന്താണ്? ഡയറക്ട്രിക്സിൻ്റെ സ്ലോപ്പ് -1/2 ആണെന്നുണ്ടെങ്കിൽ ആക്സിസിൻ്റെ സ്ലോപ്പ് 2 ആയിരിക്കും. ഡയറക്ട്രിക്സിൻ്റെ സ്ലോപ്പ് -1/2 ആണെന്നുണ്ടെങ്കിൽ ആക്സിസിൻ്റെ സ്ലോപ്പ് 2 ആയിരിക്കും. രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ഇനി ആക്സിസ് വെർട്ടെക്സിലൂടെ പാസ് ചെയ്യും. ആക്സിസ് പാസസ് ത്രൂ വെർട്ടെക്സ്. ആക്സിസ് വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുമല്ലോ. അപ്പോൾ ആക്സിസിൻ്റെ ഇക്വേഷൻ കാണാൻ y - 3/x - 3/2 = 2. y - 3/x - 3/2 = 2 ചെയ്താൽ മതി. അതാണ് ആക്സിസിൻ്റെ ഇക്വേഷൻ. കാരണം ആക്സിസിൻ്റെ സ്ലോപ്പ് കിട്ടി, ആക്സിസ് പാസ് ചെയ്യുന്ന പോയിൻ്റ് കിട്ടി. അപ്പോൾ y - 3 = 2x - 3, y = 2x. y = 2x ആണ് നമ്മുടെ ആക്സിസ്. y = 2x ആണ് ആക്സിസ്. അപ്പോൾ ആക്സിസ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ y = 2x. ഇതാണ് ആക്സിസ്. y = 2x, അതാണ് ആക്സിസ്. ഈ പോയിൻ്റ് 3/2 3 ആണ്. y = 2x, അതാണ് ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 2 സ്ലോപ്പുള്ളൊരു ലൈനാണ്. ഇനി ഒരു പരാബോളയിൽ ഇപ്പോൾ വെർട്ടെക്സിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും വെർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. വെർട്ടെക്സിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും മറ്റേ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇത് 3/2 ഇങ്ങോട്ട് പോയി, 3 അങ്ങോട്ട് പോയി. അപ്പോൾ ഫോക്കസ് എന്തായിരിക്കണം? ഇതേ ഡിസ്റ്റൻസ് അപ്പുറത്തേക്ക് മൂവ് ചെയ്യണം, അപ്പോൾ ഒരു 3/2 + 3/2, 3 + 3, അതേ ഡിസ്റ്റൻസ് മേലോട്ട് മൂവ് ചെയ്യണം. കാരണം ഇക്വി ഡിസ്റ്റൻ്റ് ആണല്ലോ. ഇത് സ്ലോപ്പ് ടാൻ തീറ്റ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ നേരെ ചെയ്യുന്നു. ഇത് 3/2 3 ആണെന്നുണ്ടെങ്കിൽ അതേ ഡിസ്റ്റൻസ് അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ 3/2 + 3/2 3 × 3, ഫോക്കസ് 3 6 ആയിരിക്കും. അതായത് ഇത് ഒരേ ലൈനിലുള്ള പോയിൻ്റാണ്. അപ്പോൾ ആ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. സ്ലോപ്പ് = 6 ആവണ്ടേ, ആ ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ 3/2 3/2, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, 0 0 3/2 3. ഈ ഡിസ്റ്റൻസ് സെയിം ആണ്, അപ്പോൾ ഇത് മിഡ് പോയിൻ്റ് അല്ലേ. അപ്പോൾ മിഡ് പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പോയിൻ്റ് 3 6, അപ്പോൾ ഫോക്കസ് = 3 6 ആണ്. അപ്പോൾ പരാബോളൻ്റെ ഫോക്കസ് കിട്ടി 3 6 ആണ്. ഡയറക്ട്രിക്സ് എന്താണെന്നറിയാം. ഡയറക്ട്രിക്സ് x + 2y = 0. x + 2y = 0. ഇനി പരാബോളക്കുള്ള കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ, പരാബോളൻ്റെ ഏതൊരു പോയിൻ്റ് എടുത്താലും ഫോക്കസിൽ നിന്നും, പരാബോളൻ്റെ ജനറൽ പോയിൻ്റ് P എടുത്താൽ ഫോക്കസിൽ നിന്നും ഡയറക്ട്രിക്സ് m എന്ന് കൺസിഡർ ചെയ്താൽ ആ ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അതാണ് പരാബോളൻ്റെ കണ്ടീഷൻ. ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റ്സിൻ്റെ ലോക്കസ് ആണ് പരാബോള. അപ്പോൾ PF = PM ആയിരിക്കും, PF² = PM² ആയിരിക്കും. അപ്പോൾ ഒരു ജനറൽ പോയിന്റ് ഞാൻ XY എന്നെടുത്തു. ആ XY നിന്ന് Fലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് PF. അത് x - 3² + y - 6² ആണ്. അതിൻ്റെ റൂട്ട് ഉണ്ട്, സ്ക്വയർ എടുത്തപ്പോൾ റൂട്ട് പോയി. ഇനി PM എന്ന് പറഞ്ഞാൽ Pയിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ x + 2y, ആ ലൈനിൽ x + 2y കൊടുക്കുന്നു, ബൈ √1 + 4, ഇതിൻ്റെ മോഡുലസ്, അതാണ് ആ ഡിസ്റ്റൻസ്. ഇനി ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ x² + y² - 6x - 12y + 9 + 36, അപ്പുറത്ത് x + 2y² / 5, ഇനി നമ്മൾ 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5x² + 5y² - 30x - 60y, 9 + 36 45 ആണ്. അപ്പോൾ അത് 225 ആവും. x² + 4y² + 4xy. അപ്പോൾ ഇനി ക്വസ്റ്റ്യനുള്ള പോലെ മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ 4x² + y² - 4xy - 30x - 6y + 225 = 0. ഇതാണല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പരാബോളൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതായിരിക്കും എന്ത്? ആൽഫ. ബീറ്റ ഇവിടെ ഉണ്ട്, ഇതാണ് ഗാമ. അപ്പോൾ ആൽഫ = ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ആൽഫ = 4 ആണ്, ബീറ്റ = 1 ആണ്, ഗാമ മൈനസ് ഗാമയാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഗാമ = 4. കാണേണ്ടത് ആൽഫ + ബീറ്റ + ഗാമ. ആൽഫ + ബീറ്റ + ഗാമ = 9. ആൽഫ + ബീറ്റ + ഗാമ = 9. ഓപ്ഷൻ 4 ആണ് ആൻസർ. കോണിക് സെക്ഷനിൽ നിന്നുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലാത്ത പരാബോളൻ്റെ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. ഓപ്ഷൻ 4 ആണ് ആൻസർ.